പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 91 സങ്കീർത്തനം, അതിന്റെ 1-ാമത്തെ വാക്യം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവത്തിന്റെ സംരക്ഷണവും ഭക്തന്റെ സുരക്ഷിതത്വമാണ് എന്ന് പറഞ്ഞാൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൽ പാർക്കുക. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ഈ ലോകം വല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ സ്വാർത്ഥരായി മാറുന്നു. മനുഷ്യൻ ദൈവസ്നേഹം നഷ്ടപ്പെട്ടവരായി, മനുഷ്യൻ എന്തും ചെയ്യാൻ മടിയില്ലാതെ ക്രൂര സ്വഭാവമുള്ളവരായി മാറുമ്പോൾ മനുഷ്യൻ രക്ഷയ്ക്കായി ലോകവുമാർ ഓടി നടന്നിട്ടും രക്ഷ കിട്ടാതെ ഒരാശ്രയമില്ലാതെ തകർന്ന് തരിപ്പണമാകുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന വചനമാണ്, നിനക്ക് ഓടിയൊളിക്കുവാൻ ഒരു കാടിൽ ഓടിയൊളിക്കുവാൻ ഇടമുണ്ടാകത്തില്ല. എന്നാൽ ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് സംരക്ഷണം നൽകുവാൻ, സുരക്ഷിതത്വം തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അത്യുന്നതന്റെ മറവിൽ നീ വസിക്കണം, സർവശക്തന്റെ നിഴലിൽ പാർക്കണമെന്ന്. നാം കടന്നു പോകുന്ന ഈ ലോകം എന്ന് പറയുന്നത് വല്ലാത്ത ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അതെ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഓരോ ദിവസം സോഷ്യൽ മീഡിയകളിൽ നാം കണ്ടു കഴിയുമ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഭാരതത്തിൽ നടക്കുന്ന, ലോക രാജ്യങ്ങൾ നടക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ സ്ഥിതി മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. പണ്ട് കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ധാർമ്മികതയൊക്കെ പെരുകിക്കൊണ്ടിരുന്ന പൊതുനിരത്തുകൾ, പൊതുസ്ഥലങ്ങളിലും സമൂഹത്തിലും അങ്ങനെ ജനം കൂടുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാണ് അവിടെയാണ് കൊലപാതകങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടം മാറി വന്നപ്പോൾ രക്തച്ചൊരിച്ചിൽ ഭവനത്തിൽ ആരംഭിച്ചു. കഴിഞ്ഞ ചില നാളുകൾ നിങ്ങൾ പരിശോധിച്ച, ചില ദിവസങ്ങൾ, മാസങ്ങൾ, ചില മുമ്പ് വർഷങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിനകത്ത് കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഈ പ്രഭാതത്തിലും പത്രമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ ഭരിച്ചാൽ ഭവനത്തിനകത്ത് അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും, കാമുകനും അമ്മായിയമ്മ മരുമോൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ലാതെ പരസ്പര വിദ്വേഷം, പരസ്പര പാക പുലർത്തിക്കൊണ്ട് സ്തോത്രം, സ്വയം വെട്ടിമരിക്കുന്ന, രക്തച്ചൊരിച്ച് നടത്തുന്ന എത്രയോ ക്രൂരമായ അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറിയ മനുഷ്യന്റെ പാപം പെരുകി ദൈവഭയമില്ലാതെ മനുഷ്യൻ അക്രമാസക്തനായി മാറിക്കൊണ്ടിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും പൻസാലകൾ, ലഹരി പദാർത്ഥങ്ങൾ എല്ലാ മേഖലയിലും പെരുകി സകല ജനത്തെ നശിപ്പിക്കുന്ന, തലമുറകളെ നശിപ്പിക്കുന്ന, പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുഷ്ട മൃഗത്തെ പോലെയുള്ള അനവധി ആളുകൾ പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി സഹോദര സൗരി, ജീവിതം താൽക്കാലികം മാത്രമാണ്. ഇവിടെ നമ്മൾ സ്ഥിരമല്ല, നമ്മുടെ പരദേശികളാണ്, പ്രവാസികളാണ്. നമ്മൾ ഈ കൂടാരം വിട്ട്, ഈ ഭവനം വിട്ട് നമ്മൾ മാറിയേ മതിയാകുള്ളൂ. അങ്ങനെ ഈ ലോകം വിട്ടുപോകുമ്പോൾ നിത്യമായി സ്വർഗത്തിൽ നീ ചേരണമെങ്കിൽ ഇന്ന് നീ ചെയ്തു കൂട്ടുന്ന ക്രൂര പ്രവർത്തികൾ കൊണ്ട് നിനക്ക് നിത്യതയിൽ ചെല്ലുവാൻ കഴിയില്ല. മനുഷ്യന്റെ പാപം പെരുകിക്കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ അവസ്ഥയ്ക്ക് തന്നെ മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 17 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഭൂവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊട്ടുന്നു, ഭൂമി കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയില്ല. പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ എത്രയോ യാഥാർത്ഥ്യമാണ്. മക്രിയ നാശങ്ങൾ, കൊടുങ്കാറ്റുകൾ, പേമാരികൾ, ഭൂമി കുലുക്കങ്ങൾ, മലയിടിച്ചിൽ, ഉൾപ്പൊട്ടലുകൾ, മഹാവ്യാധികൾ തുടങ്ങി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്, എന്തെല്ലാമാണ് നമ്മുടെ ലോക രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? മനുഷ്യന്റെ പാപം പെരുകി, മനുഷ്യൻ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ അകൃത്യം പെരുകി, രക്തം ചൊരിഞ്ഞ് അനേകരുടെ രക്തം ഭൂമി നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം ഭൂമിയുടെ മേൽ വന്നിരിക്കുകയാണ്. അഗ്നിപർവ്വതങ്ങൾ പുകയുന്നു, അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ വരവേറ്റു ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ഈ പാപ ജീവിതം പെട്ട്, ഈ
പാപലോകം വിട്ട് കർത്താവിന് വേണ്ടി നിങ്ങളെ വേർതിരിക്കണം. ആമീൻ. കുടുംബത്തിൽ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കേണ്ട സ്ഥാനത്ത് ഒത്തൊരുമയില്ലാതെ, സ്നേഹമില്ലാതെ, സന്തോഷമില്ലാതെ, പരസ്പരം തമ്മിലടിച്ച് കലഹിക്കുന്ന, സമാധാനമില്ലാത്ത ഈ ഭൂമിയിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മടങ്ങി വരണം. നാം ഇന്ന് കാണുന്ന ഈ ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം അല്ലെങ്കിൽ എൻ്റെ 10 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അല്ലെങ്കിൽ അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുരുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവും കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദാനപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടത്തിൽ പാപം പെരുകി പാപത്തിൽ ജനം നിറഞ്ഞ് ദൈവത്തിന്റെ വചനം വന്ന ആ കാലഘട്ടത്തിൽ വിളിച്ചു പറഞ്ഞുവെങ്കിലും അത് കേൾക്കാതെ ചെവി കൊടുക്കാതെ പോയ ജനത്തെ അന്ന് പ്രളയത്തിൽ ദൈവം മുക്കിക്കളഞ്ഞു. അതേപോലെ ഇന്ന് ഭൂമിയിൽ മനുഷ്യന്റെ പാപം പെരുകി, മനുഷ്യന്റെ അകൃത്യങ്ങൾ പെരുകി, മനുഷ്യൻ ദൈവ ഭയമില്ലാതെയായി. ഈ കാലഘട്ടം ദൈവത്തിന്റെ കോപം നോഹയുടെ കാലഘട്ടത്തിൽ എന്നുപോലെ വന്ന് ഇന്ന് ഈ കാണുന്ന ഭൂമിയെ ദൈവം തീ കൊണ്ട് ചുടുക തന്നെ ചെയ്യും. മനുഷ്യൻ പടുത്തുയർത്തിയ സൗധങ്ങളും കൊട്ടാരങ്ങളും മനുഷ്യന്റെ സങ്കല്പങ്ങളും മനുഷ്യൻ എന്തെല്ലാം അവിടെ ചെയ്തു കൂട്ടിയോ അതെല്ലാം ഒരുപിടി ചാരമാകുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ജീവിതം താൽക്കാലികമാണ്. എന്റെ ജീവിതം ഇവിടെ താൽക്കാലികമാണ്. ഈ 70 അല്ലെങ്കിൽ 80 നിനക്ക് കിട്ടിയേക്കാം. ഒരുപക്ഷെ അല്പം കൂടെ മുമ്പോട്ട് പോയേക്കാം. ഈ കാലയളവിൽ നീ കർത്താവായ യേശുവോട് ആത്മരക്ഷ പ്രാപിച്ച നിത്യജീവന്റെ അവകാശിയായി സ്വർഗത്തിലെ ദൈവത്തിന്റെ വരവിന് വേണ്ടി നീ കാത്തിരിക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം തകർന്ന തരിപ്പണമാകും. മനുഷ്യൻ ഓടിയൊളിക്കും കാടുകളിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതേ, മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ മറവിന് വേണ്ടി പല സ്ഥലങ്ങളിലും ചുറ്റി നടന്നിട്ടും മനുഷ്യന്റെ ഒരു ആശ്രയം കണ്ടെത്താതിരിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ, സർവശക്തന്റെ നിഴലിൽ പാർക്കുവാൻ വേണ്ടി നീ നിന്റെ കുടുംബവും ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിന്റെ തലമുറ ഏൽപ്പിക്കുന്നെങ്കിൽ, നീ അതിനുവേണ്ടി സമർപ്പിക്കുന്നെങ്കിൽ നിനക്ക് സംരക്ഷണം തരുവാൻ, നിനക്ക് സുരക്ഷിതത്വം നൽകുവാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യന്റെ സുരക്ഷിതത്വം നൽകുന്നത് രാഷ്ട്രീയക്കാർക്ക് കഴിയില്ല. രാഷ്ട്രീയക്കാർ തമ്മിലടിച്ചും കലഹിച്ചും അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി പരസ്പരം വെല്ലുവിളിച്ച് പരസ്പരം ഏത് ക്രൂരതയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് രാഷ്ട്രീയക്കാർ, മതങ്ങൾ തമ്മിലടിച്ച് അധികാരത്തിന്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, മതം വളർത്താൻ വേണ്ടി അവർ ചെയ്തു കൂട്ടുന്ന ഹീനമായ പ്രവൃത്തികൾ മറുവശത്ത് അങ്ങനെ മനുഷ്യന്റെ ജീവിതം തകർന്ന തരിപ്പണമായി, മനുഷ്യന് ഒരു സംരക്ഷണവും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ, മനുഷ്യർ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത കാലഘട്ടത്തിൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്, നിന്റെ കുടുംബത്തിൽ സംരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് 91-ാം സംഖ്യ നമ്മൾ ഇങ്ങനെ വായിച്ചത്, അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ ഗണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുകയും തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. ഈ വചനം വാഗ്ദത്തമാണ്. ഈ വചനങ്ങൾ ഞങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചത് നിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ വിട്ട് മടങ്ങി വരാനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നീ ജീവിതത്തിൽ ഓടിയൊളിക്കാൻ ഒരിടമില്ലായിരിക്കുമ്പോൾ ഇന്ന് പകൽ അത്യുന്നതന്റെ മറവിൽ സർവശക്തനിൽ പാർക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് എന്നെ എന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് കേൾക്കുന്ന കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടി ജനം, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്ത് വരെ പാർക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഈ മനുഷ്യന്റെ പാപം പെരുകി പരസ്പരം സ്നേഹമില്ലാതെ ഭൂമിയിൽ ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുമ്പോൾ ഇനിയെങ്കിലും ജനം മടങ്ങി വന്ന് മാനസാന്തപ്പെട്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ ഏൽപ്പിക്കുന്നു. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടുത്തണമേ, സകല മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വിരിയേറെ നാമത്തിൽ തന്നെ ആമേൻ.